വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു സിമ്പിൾ ഈസി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാച്ചിലേഴ്സിനായാലും കുട്ടികൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ്. അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ബീഫും ചിക്കനും മുട്ടയും ഒന്നുമില്ലാതെ തന്നെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു ബിരിയാണി റെസിപ്പിയാണിത്. കുക്കർ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റൈസ് റെസിപ്പിയും കൂടിയാണിത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. രണ്ട് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി, അതുപോലെ തന്നെ തക്കാളി. അത് നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കുക. നമുക്കിനി 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പട്ട ഇവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇവ നെയ്യിൽ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലേക്ക് ഇളക്കി വഴറ്റി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി തക്കാളിയും കൂടി ചേർത്ത് നല്ലേക്കൊന്ന് ഇളക്കിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസിലേക്കുള്ള ഉപ്പും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരമസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവ നല്ലേക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2.5 ഗ്ലാസ് അരിക്കാണ് ഞാൻ 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നേരെ ഇരട്ടിയാക്കിയിട്ട് വെള്ളം എടുക്കുക. അരി എത്ര എടുക്കുന്നു അതിന് നേരെ ഇരട്ടിയാക്കിയിട്ട് വെള്ളം എടുക്കുക. ഇവ ഒന്ന് തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക വേണ്ടത്. ഞാനിവിടെ ജീരകശാലേൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നല്ലേക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടോ 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അരിയുടെ നിഴൽ വെള്ളത്തിൽ കാണുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. തീ ഗ്യാസിലാണെങ്കിൽ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ അടിപൊളി ടേസ്റ്റി ബിരിയാണി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് കേട്ടോ. ഇത്രയൊക്കെ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.